ഹലോ എവരിവൺ, വെൽക്കം ടു സാപ്പിയൻ ട്രാവലോഗ്. ഞാൻ അനീഷ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഫ്രണ്ട് ജുബിനാണ്. ഞങ്ങൾ രണ്ടാളും ഈ നടക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലെ കിറ്റിമാറ്റിലുള്ള ഒരു ചെറിയ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയാണ്. ആൻഡേഴ്സൺ ക്രീക്ക് ഫാൾസ് എന്നാണ് നമ്മൾ കാണാൻ പോകുന്ന ഈ വാട്ടർഫോൾസിൻ്റെ പേര്. ഈ വാട്ടർഫോൾസ് അത്ര വലുതൊന്നുമല്ല. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഡ്രോണൊക്കെ പറപ്പിക്കണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഈ കാട്ടിലൂടെ ഒരു അല്പം നടക്കുമ്പോൾ തന്നെ ഈ വെള്ളം ഒഴുകി വരുന്ന ആ ഒരു സ്ഥലത്തൂടെയൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ആ വാട്ടർഫോൾസിൻ്റെയൊക്കെ ഒച്ചയൊക്കെ ആയിട്ട് അങ്ങനെ ഈ കാട്ടിലൂടെയൊക്കെ നടക്കുന്നത് നല്ല രസമാണ്. ഈ കാടൊക്കെ കാണാൻ നല്ല രസമുണ്ടെങ്കിലും ഇതിലൂടെയുള്ള നടപ്പ് അല്പം റിസ്ക്കിയാണ്. കിറ്റിമാറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഗ്രിസ്ലി ബെയറോ അല്ലെങ്കിൽ ബ്ലാക്ക് ബെയറൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മുന്നിലേക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ചും സമ്മർ ടൈം ആണെങ്കിൽ ഇതുപോലെയുള്ള കാടുകളിലേക്കൊക്കെ ഒറ്റയ്ക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും കുറച്ച് ദൂരം നടന്ന് നമുക്ക് ആ വാട്ടർഫോൾസ് കാണാനും ആ ഒരു വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ നല്ലപോലെ കേൾക്കാനും പറ്റുന്ന ഒരു ഏരിയയിലേക്കൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇന്നാണ് നല്ല വെയിലുള്ള ഒരു ദിവസമാണ്. ഇപ്പോൾ ഈ സെപ്റ്റംബറിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ ആ വാട്ടർഫോൾസിലൊന്നും അത്ര വെള്ളം കാണാനുള്ള ചാൻസ് ഇല്ല. വിൻ്റർ ടൈം ഏകദേശം ഇങ്ങനെ എത്തിയതുകൊണ്ട് തന്നെ ചെറിയ തണുപ്പൊക്കെ വീണ് തുടങ്ങി. അതുകൊണ്ട് ഇനി മിക്ക വാട്ടർഫോൾസിലും അധികം വെള്ളമൊന്നും കാണാനുള്ള ചാൻസ് ഇല്ല. ഞാൻ ഈ ഫാൾസിൽ ഇതിനു മുന്നേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. ജുബിന് ഇവിടെ ആദ്യം ആയതുകൊണ്ട് തന്നെ അവൻ ആ വാട്ടർഫോൾസ് കണ്ട് അത് കാണാൻ വേണ്ടി വേഗം നടന്നു തുടങ്ങി. ഈ ഒരു വാട്ടർഫോൾസിൻ്റെ ചുറ്റും നല്ല വലിയ പാറക്കെട്ടാണ്. ചെറിയ പാറയിലൂടെയൊക്കെ ചവിട്ടി വേണം നമ്മൾ ആ ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോകാൻ. ഞാനാണ് ഈ ക്യാമറയൊക്കെ പിടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത്ര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നില്ല. ജുബിനാണ് ചെന്നപാടെ അവിടെ ഒരു വലിയ പാറയുടെയൊക്കെ മേളിൽ കയറി ഈ വ്യൂ ഒക്കെ ആസ്വദിക്കുകയാണ്. ഈ മരക്കൂട്ടവും പാറക്കെട്ടും ഈ ഒരു ചെറിയ വാട്ടർഫോൾസൊക്കെ ശരിക്കും അടിപൊളിയാണ് കാണാൻ. എന്തായാലും ഞാൻ സമ്മറിൽ വന്നപ്പോഴുള്ള അത്രയും വെള്ളം ഇപ്പോൾ ഇവിടെ ഇല്ല. അങ്ങനെ ആ കാട്ടിൽ നിന്ന് കയറി കുറച്ച് ദൂരം വരുമ്പോൾ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. നല്ല രസമാണ് കാണാൻ. നമുക്ക് ഈവൻ അതിൻ്റെ അടുത്തിടയ്ക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ട് കാണാം. നല്ല പച്ച കളറാണ് വെള്ളത്തിന്. അത് അടിപൊളിയാണ് ഇവിടെ കാണാൻ. വെള്ളമാണ് നല്ല തെളിഞ്ഞിട്ടാണ്, നല്ല പച്ച കളറിൽ. അടിയിലെ ചെറിയ കല്ലുകളൊക്കെ നമുക്ക് കാണാം. ഭയങ്കര രസമാണ് കാണാൻ. ഇപ്പോൾ ഇത്രയും വെള്ളം കുറവായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ആ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. അവിടെ ഒരു ചെറിയ കയറൊക്കെ ഇട്ടിട്ടുണ്ടാവും. നമുക്കതിൽ തൂങ്ങി ഇങ്ങനെ ഇറങ്ങിയാൽ മതി. പക്ഷേ വെള്ളത്തിനൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എന്തായാലും നമുക്ക് വന്ന പരിപാടി നോക്കാം. ഞാനാണെങ്കിൽ ഈ ഡ്രോൺ പറപ്പിക്കാനാണ് ഇവിടെ വന്നത് തന്നെ. എൻ്റെ കയ്യിലുള്ളത് DJIയുടെ മിനി 3 Pro ആണ്. DJIയുടെ തന്നെ ആവാത്ത എന്ന് പറയുന്ന ഡ്രോൺ പറക്കുന്ന പോലെ ഇടുങ്ങിയ സ്ഥലങ്ങളിലൂടെയൊക്കെ ഇത് പറപ്പിക്കാൻ നല്ല പാടാണ്. ഇവിടെ ഈ വാട്ടർഫോൾസിൻ്റെ ആ ഒരു പാറക്കെട്ടിൻ്റെ ഒക്കെ ഇടയിലൂടെ എനിക്കൊന്ന് പറപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതിന് മുന്നേ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നല്ല കാറ്റായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ആ ഒരു പാറക്കെട്ടിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് പറപ്പിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇന്ന് നമുക്കതൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, സക്സസ് ആവുമോ ഇല്ലയോ എന്ന്. ശരിക്കും ഈ ഒരു ഡ്രോൺ ഇങ്ങനെ ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങളിലൂടെയൊക്കെ പറപ്പിക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. കാരണം ആ ഒരു പ്രൊപ്പലറൊക്കെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഡ്രോൺ അപ്പം തന്നെ ഓഫായി പോകും. സോ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഒരു ഷോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പാർക്കെട്ട് കണ്ടോ, ആ ഒരു പാർക്കെട്ടിന് ഇടയ്ക്കൂടെയാണ് നമുക്ക് ഈ ഒരു ഡ്രോൺ പറപ്പിക്കേണ്ടത്. എന്തായാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ കാറ്റുണ്ട് എങ്കിലും ഡ്രോൺ കറക്റ്റായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സ്ലോവിലാണ് പറപ്പിക്കുന്നത്. ഈ പാർക്കെട്ടിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ എവിടെയെങ്കിലും തട്ടുമെന്ന് എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്. ചെറിയൊരു കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഈ മേളിലത്തെ തട്ടിലുള്ള ഈ വെള്ളച്ചാട്ടം അത്ര ക്ലിയർ ആയിട്ടൊന്നും നമുക്ക് താഴേന്ന് കാണാൻ പറ്റില്ല. ആ ഒരു വെള്ളം വീഴുന്നതിൻ്റെ ഒരു ചെറുതായിട്ടൊരു ഗ്ലിംസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത്ര നല്ല വ്യൂ ഒന്നും കിട്ടത്തില്ല.
എന്തായാലും ഇവിടം വരെ പറപ്പിച്ചുകൊണ്ട് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിലൂടെയും ഈ ഒരു മരക്കൂട്ടത്തിൻ്റെയൊക്കെ ഉള്ളിലൂടെ നമുക്കൊന്ന് പറപ്പിച്ച് നോക്കാം. പക്ഷേ നേരത്തെ പറത്തിയ പോലെയല്ല, ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടി റിസ്ക്കിയാണ്. ഈ ഒരു ക്രീക്കിലേക്ക് ഇത്രയും മരമൊക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കമ്പിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഡ്രോൺ അപ്പം തന്നെ അവിടെ വീണ് പോകത്തേ ഉള്ളൂ. ഡ്രോണിൻ്റെ ഫ്രണ്ടിലുള്ള ആ സെൻസറൊക്കെ ഓൺ ആണെങ്കിലും ഇവിടെ റിസ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോണിൻ്റെ ടോപ്പ് വശത്ത് സെൻസറുകളൊന്നുമില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലും സെൻസറൊന്നുമില്ല. സോ നമ്മൾ കുറച്ച് മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞത് അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മേളിലോട്ട് നേരെ പൊക്കുമ്പോഴൊക്കെ മേളിൽ എന്തെങ്കിലും ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ മേളിൽ സെൻസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് തട്ടി അപ്പം തന്നെ അത് ഓഫായി പോകത്തേ ഉള്ളൂ. സോ ഇങ്ങനെ ഒരു ചെറിയ സ്ഥലത്തൂടെ പറപ്പിക്കുമ്പം നമ്മൾ ശരിക്കും അതൊക്കെയാണ് നോക്കേണ്ടത്. ഇവിടെ മേളിൽ എന്തെങ്കിലും ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ഈ നോക്കുന്നത്. എന്തായാലും ഇവിടുന്ന് തിരിച്ച് നമുക്ക് വരണം. സോ അത് മേളിൽ ബ്രാഞ്ചസ് ഒന്നും അങ്ങനെ ഇല്ല, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ തന്നെ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെ അവിടെ സക്സസ് ആയിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് അവിടുന്ന് പതുക്കെ തിരിച്ചിറങ്ങുവാണ്. എന്തായാലും നമുക്ക് അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കിട്ടിയേക്കുന്നത്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഡ്രോൺ വെള്ളത്തിൽ പോയേനെ. ഡ്രോൺ തിരിച്ചിറക്കാനുള്ളൊരു ശ്രമമാണ്. ഇവിടെ നിറച്ച് കല്ലായതുകൊണ്ട് തന്നെ നമുക്ക് ഇറക്കാൻ കുറച്ച് പാടാണ്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഒരു ചെറിയൊരു ഹെൽപ്പാടും എല്ലാ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡ്രോണിന് തന്നെ ഉള്ള ഈ ഒരു ബോട്ടിൽ തന്നെയാണ് വീട്ടിൽ തന്നെ നോക്കാം കറക്റ്റായിട്ടുള്ള ഇറങ്ങാൻ പറ്റുമോ. കുറച്ച് ടഫാണ് ഇങ്ങനെ ഇറക്കുന്നത്. അത് ജസ്റ്റ് എസ്കേപ്പ് ആയിരുന്നു. ശരിക്കും ആ ഡ്രോണിൻ്റെ പ്രൊപ്പല്ലർ ഇപ്പോൾ ആ ഒരു ബോക്സിൻ്റെ സൈഡിൽ ഇടിച്ച് അതവിടെ വീഴാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കറക്റ്റ് സമയത്ത് തന്നെ എനിക്കത് പുള്ളപ്പ് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ സെൻസറൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നെ ലാൻഡ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ സക്സസ് ആയിട്ട് തന്നെ ഡ്രോൺ ലാൻഡ് ചെയ്യിച്ചു. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയും ഈ ഒരു ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു സ്ഥലവും അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.